നമസ്കാരം. കുട്ടിക്കാലം എവിടെയോ നഷ്ടപ്പെട്ടു പോയെന്നും പ്രായത്തിൽ കവിഞ്ഞ പക്വത കാണേണ്ടി വന്നിട്ടുണ്ടെന്നും നിങ്ങൾക്കെപ്പോഴെങ്കിലും തോന്നിയിട്ടുണ്ടോ? എങ്കിൽ നമ്മൾ ഇന്ന് സംസാരിക്കാൻ പോകുന്നത് നിങ്ങളെക്കുറിച്ചാവാം. വളരെ വേഗത്തിൽ മുതിരേണ്ടി വരുന്നതിൻ്റെ ആ ഒരു മാനസികാനുഭവത്തെക്കുറിച്ചാണ് നമ്മളിന്ന് ചർച്ച ചെയ്യുന്നത്. ഇത് ഒരുപാട് പേർ അനുഭവിക്കുന്ന പക്ഷം പുറത്തു പറയാൻ മടിക്കുന്ന ഒരു കാര്യമാണ്. അപ്പോൾ നമുക്കിതിലേക്ക് കുറച്ചുകൂടി ആഴത്തിലിറങ്ങിച്ചെല്ലാം. ഈ ഒരു ചോദ്യം ഒരുപക്ഷേ നിങ്ങളുടെ ഉള്ളിൽ എവിടെയെങ്കിലും കൊണ്ടിട്ടുണ്ടാവും, അല്ലേ? വീട്ടിലെ കാര്യങ്ങളൊന്ന് നേരെയാക്കാൻ, അല്ലെങ്കിൽ വേണ്ടപ്പെട്ടവർ വിഷമിക്കാതിരിക്കാൻ ആരും പറയാതെ തന്നെ ആ ഉത്തരവാദിത്തം തന്റെ തോളിലേക്ക് ഏറ്റെടുക്കേണ്ടി വന്ന ആ ഒരു നിമിഷം, ആ ഭാരം നിറഞ്ഞ ഓർമ്മയെക്കുറിച്ചാണ് നമ്മളിന്ന് സംസാരിക്കാൻ തുടങ്ങുന്നത്. ഈ വാക്കുകൾ ശരിക്കും ശ്രദ്ധിക്കണം. കാരണം നമ്മൾ പറയാൻ പോകുന്നതിൻ്റെ എല്ലാം കാതൽ ഇതാണ്. എന്റെ കുഴപ്പമാണ്, ഞാൻ എന്തോ ഒരു മോശം വ്യക്തിയാണ് എന്നൊക്കെയുള്ള ചിന്ത ആദ്യം തന്നെ നിർത്തുക. നിങ്ങൾക്ക് സംഭവിച്ചതൊരു തകർച്ചയല്ല, അത് അതിജീവനമായിരുന്നു. പ്രതികൂല സാഹചര്യങ്ങളിൽ നിങ്ങളെ സംരക്ഷിക്കാൻ നിങ്ങളുടെ മനസ്സ് തന്നെ കണ്ടെത്തിയൊരു വഴിയായിരുന്നു അത്. ഈ ഒരു തിരിച്ചറിവ് മാത്രം മതി വലിയൊരു ഭാരം ഇറക്കി വെച്ചതുപോലെ തോന്നാൻ. അപ്പോൾ നമുക്ക് ആദ്യം ആ ഒരു പൊതുവായ അനുഭവത്തിലേക്ക് കിടക്കാം. കളിച്ചു നടക്കേണ്ട പ്രായം എവിടെയാണ് നിങ്ങൾക്ക് നഷ്ടപ്പെട്ടത്? കുട്ടിക്കാലം പാതി വഴിയിൽ മുറിഞ്ഞുപോയ ആ തോന്നലിനെക്കുറിച്ച് നമുക്ക് ഈ ഭാഗത്ത് സംസാരിക്കാം. ഇതാരും നിങ്ങളോട് വന്ന് പറയണമെന്നില്ലല്ലേ? പലപ്പോഴും അത് ഉള്ളിൽ നിന്ന് വരുന്നൊരു തോന്നലാണ്. ചുറ്റുമുള്ളവരുടെ വിഷമം കാണുമ്പോൾ, സമാധാനിപ്പിക്കാൻ ആരുമില്ലെന്ന് കാണുമ്പോൾ, കളിച്ചുകൊണ്ടിരിക്കുന്ന നിങ്ങൾ അറിയാതെ എഴുന്നേറ്റ് ആ മുതിർന്നയാളുടെ റോൾ ഏറ്റെടുക്കും. പ്രശ്നങ്ങൾ പരിഹരിക്കാനും മുതിർന്നവരെ ആശ്വസിപ്പിക്കാനും നിങ്ങളൊരു കൊച്ചു മുതിർന്നയാളായി മാറും. ആ ഒരൊറ്റ നിമിഷം മതി നിങ്ങളുടെ കുട്ടിക്കാലം നിങ്ങളറിയാതെ അവസാനിക്കാൻ. ഇനി നമുക്ക് ഈ ഉത്തരവാദിത്വത്തിന്റെ ഭാരത്തെക്കുറിച്ച് കുറച്ചുകൂടി ആഴത്തിൽ മനസ്സിലാക്കാം. സൈക്കോളജി ഇതിനെ എങ്ങനെയാണ് കാണുന്നത്? അതിന്റെ പ്രത്യാഘാതങ്ങൾ എന്തൊക്കെയാണ്? അടുത്ത ഭാഗത്ത് നമുക്കത് പരിശോധിക്കാം. സൈക്കോളജി ഈ അവസ്ഥയ്ക്കൊരു പേര് നൽകിയിട്ടുണ്ട്: പാരന്റിഫിക്കേഷൻ. സിമ്പിളായി പറഞ്ഞാൽ, നിങ്ങളൊരു കുട്ടിയായിരിക്കുമ്പോൾ തന്നെ നിങ്ങളുടെ മാതാപിതാക്കളുടെയോ സഹോദരങ്ങളുടെയോ ഒരു പാരന്റിന്റെ റോള് ഏറ്റെടുക്കുന്ന അവസ്ഥ. ഉദാഹരണത്തിന്, മാതാപിതാക്കൾ തമ്മിലുള്ള വഴക്കുകളിൽ ഒരു മധ്യസ്ഥനാവുക, അല്ലെങ്കിൽ വീട്ടിലെ സാമ്പത്തിക പ്രശ്നങ്ങളെക്കുറിച്ച് വേവലാതിപ്പെടുക. നിങ്ങളുടെ കളിച്ചിരികൾ മാറ്റിവെച്ച് അവരുടെ കണ്ണീരൊപ്പാൻ നിങ്ങൾ നിർബന്ധിതനാവുന്നൊരവസ്ഥ. ഈയൊരു വ്യത്യാസം ശരിക്കുമൊന്ന് നോക്കിക്കേ. ഒരു സാധാരണ കുട്ടി മറ്റുള്ളവരിൽ നിന്ന് കെയർ സ്വീകരിക്കുമ്പോൾ നിങ്ങൾ മറ്റുള്ളവർക്ക് കെയർ കൊടുക്കുന്നൊരാളായി മാറുന്നു. അവർ കളികളിലും പുതിയ കാര്യങ്ങൾ കണ്ടെത്തുന്നതിലും മുഴുകുമ്പോൾ നിങ്ങൾ മുതിർന്നവരുടെ പ്രശ്നങ്ങൾക്ക് പരിഹാരം കാണുകയായിരുന്നു. സ്വന്തം ആവശ്യങ്ങൾ എന്താണെന്ന് പറയാൻ പഠിക്കുന്നതിനു പകരം മറ്റുള്ളവരുടെ വികാരങ്ങൾ എങ്ങനെ മാനേജ് ചെയ്യാമെന്നാണ് നിങ്ങൾ പഠിച്ചത്. ഈ മാറ്റം എത്രത്തോളം വലുതാണെന്നൊന്ന് ചിന്തിച്ചു നോക്കൂ. ഈ വാക്കുകൾക്ക് ഒരുപാട് ആഴമുണ്ട്. എന്തൊരു പക്വതയാണ് നിനക്ക് എന്ന് പലരും നിങ്ങളെ അഭിനന്ദിച്ചിട്ടുണ്ടാവാം. പക്ഷേ ആ പക്വതയ്ക്ക് പിന്നിൽ നിങ്ങൾക്ക് നഷ്ടമായ കുട്ടിക്കാലത്തെക്കുറിച്ച് ആരും ചിന്തിച്ചിട്ടുണ്ടാവില്ല. ആ ശക്തി നിങ്ങൾ ആഗ്രഹിച്ചുണ്ടാക്കിയതല്ല. മറ്റു വഴികളൊന്നും ഇല്ലാത്തതുകൊണ്ട് നിങ്ങൾ സ്വയം നിർമ്മിച്ചെടുത്തൊരു കവചം മാത്രമായിരുന്നു അത്. ശരി, അപ്പോൾ ഇങ്ങനെയൊരു സാഹചര്യത്തിൽ നിങ്ങളുടെ മനസ്സും ശരീരവും എങ്ങനെയാണ് ഇതിനോട് പൊരുത്തപ്പെട്ടത്? അതിജീവനത്തിനായി അവ കണ്ടെത്തിയ വഴികൾ എന്തൊക്കെയായിരുന്നു? അടുത്ത ഭാഗത്ത് നമുക്കത് നോക്കാം. ഇതിനെയാണ് സൈക്കോളജിസ്റ്റുകൾ സർവൈവൽ ഇൻഡിപെൻഡൻസ് എന്ന് പറയുന്നത്. പേരുകേട്ട് പേടിക്കേണ്ട, സിമ്പിളാണ് സംഭവം. അതായത് അതിജീവനത്തിനു വേണ്ടിയുള്ള സ്വാശ്രയത്വം. നിങ്ങൾക്ക് സഹായം ആവശ്യമുള്ളപ്പോൾ ആരുമുണ്ടായിരുന്നില്ലെങ്കിൽ സഹായം ചോദിച്ചിട്ടൊരു കാര്യവുമില്ല എന്ന് നിങ്ങളുടെ ബ്രെയിൻ പതിയെ പഠിച്ചെടുക്കും. അതോടെ എല്ലാ കാര്യങ്ങളും ഞാൻ തനിയെ ചെയ്യണം, അതാണ് സേഫ് എന്നൊരു ശീലം നിങ്ങളിൽ രൂപപ്പെടും. ഈയൊരു മാറ്റമുണ്ടാകുന്നത് സാധാരണയായി 3 ഘട്ടങ്ങളിലൂടെയാണ്. ഒന്നാമതായി, നിങ്ങൾക്കാവശ്യമുള്ള സമയത്തൊരു താങ്ങും തണലും കിട്ടുന്നില്ല. രണ്ടാമതായി, സഹായം ചോദിക്കുമ്പോൾ ഒരുപക്ഷെ നിങ്ങൾക്ക് കിട്ടുന്നത് കൂടുതൽ വേദനയോ അവഗണനയോ ആയിരിക്കും. അതോടെ സഹായം ചോദിക്കുന്നത് ഒരു റിസ്ക്കാണെന്ന് നിങ്ങൾ പഠിക്കും. അവസാനമായി, ഈ ലോകത്ത് പിടിച്ചു നിൽക്കാനുള്ള ഒരേയൊരു വഴി സ്വന്തം കാലിൽ നിൽക്കുക എന്നതാണെന്ന് നിങ്ങളുടെ മനസ്സൊരു തീരുമാനമെടുക്കും. അതോടെ നിങ്ങൾ ഒറ്റയ്ക്ക് തുഴയാൻ പഠിക്കും. കുട്ടിക്കാലത്ത് നിങ്ങളെ രക്ഷിച്ച ഈ ഒരു സ്വഭാവമുണ്ടല്ലോ, അത് പക്ഷേ മുതിർന്നു കഴിയുമ്പോൾ ഒരു കെണിയായി മാറാൻ സാധ്യതയുണ്ട്. ആരെങ്കിലും സ്നേഹത്തോടെ നിങ്ങളെ സഹായിക്കാൻ വന്നാൽ പോലും അത് പൂർണ്ണമായി വിശ്വസിക്കാൻ നിങ്ങൾക്ക് കഴിഞ്ഞെന്ന് വരില്ല. കാരണം മറ്റൊരാളെ ആശ്രയിക്കുന്നത് അപകടമാണെന്ന് നിങ്ങളുടെ മനസ്സ് പണ്ടേ പഠിച്ചു വച്ചിട്ടുണ്ട്. അപ്പോൾ കുട്ടിക്കാലത്ത് നമ്മൾ പഠിച്ച ഈ അതിജീവനത്തിന്റെ പാഠങ്ങൾ മുതിർന്ന ജീവിതത്തിൽ എങ്ങനെയൊക്കെയാണ് പ്രതിഫലിക്കുന്നത്? അതിന്റെ പ്രതിധ്വനികൾ എന്തൊക്കെയാണ്? നമുക്ക് നോക്കാം. നിങ്ങൾ എപ്പോഴെങ്കിലും ചിന്തിച്ചിട്ടുണ്ടോ, വെറുതെ ഇരിക്കാൻ എന്താണ് ഇത്ര ബുദ്ധിമുട്ടെന്ന്? ഒരു നിമിഷം റിലാക്സ് ചെയ്യാൻ ശ്രമിച്ചാൽ എന്തോ വലിയ തെറ്റ് ചെയ്യുന്നുവെന്നോ എന്തോ അപകടം വരാൻ പോകുന്നുവെന്നോ തുള്ളൊരു അസ്വസ്ഥത നിങ്ങളെ അലട്ടാറുണ്ടോ? അതിന് വ്യക്തമായ ഒരു കാരണമുണ്ട്. ഒന്ന് ഓർത്തു നോക്കിക്കേ. നിങ്ങളുടെ കുട്ടിക്കാലത്ത് സമാധാനപരമായ നിമിഷങ്ങൾ വളരെ കുറവായിരുന്നു. ഒരു പ്രശ്നം കഴിയുമ്പോൾ അടുത്തത് എന്ന രീതിയിലായിരുന്നോ കാര്യങ്ങൾ? എങ്കിൽ ശാന്തത അപകടമാണ്. അതൊരു കൊടുങ്കാറ്റിന് മുൻപുള്ള അവസ്ഥയാണെന്ന് നിങ്ങളുടെ നാഡീവ്യൂഹം പഠിച്ചു വച്ചിട്ടുണ്ടാവാം.
അതുകൊണ്ടാണ് മുതിർന്ന ശേഷവും നിങ്ങൾ വെറുതെ ഇരിക്കാൻ ശ്രമിക്കുമ്പോൾ നിങ്ങളുടെ ഉള്ളിലെ ആ പഴയ അപായമണി മുഴങ്ങാൻ തുടങ്ങുന്നത്. സഹായം ചോദിക്കാൻ മടിക്കുന്നതിന് പിന്നിൽ പലപ്പോഴും ഈയൊരു പേടിയാണ്, ഞാൻ മറ്റുള്ളവർക്കൊരു ഭാരമാകുമോ എന്ന പേടി. സ്വന്തം ആവശ്യങ്ങളെക്കാൾ മറ്റുള്ളവരുടെ ആവശ്യങ്ങൾക്ക് പ്രാധാന്യം നൽകി ശീലിച്ചതുകൊണ്ട് ആരെങ്കിലും നിങ്ങളെ ഒന്നും പ്രതീക്ഷിക്കാതെ സ്നേഹിക്കുമ്പോഴോ സഹായിക്കുമ്പോഴോ അത് വിശ്വസിക്കാൻ പോലും ചിലപ്പോൾ നിങ്ങൾക്ക് ബുദ്ധിമുട്ടായിരിക്കും. നിങ്ങൾക്ക് അങ്ങനെ ഒരു കഴിവുണ്ടോ? ഒരു റൂമിലേക്ക് കയറുമ്പോൾ തന്നെ അവിടുത്തെ ഒരു വൈബ്, ആളുകളുടെ മൂഡൊക്കെ പെട്ടെന്ന് മനസ്സിലാക്കാൻ പറ്റുന്നൊരു കഴിവ്. അതൊരു പക്ഷേ നിങ്ങളുടെ ഒരു സൂപ്പർ പവറായിരിക്കാം. പ്രശ്നങ്ങൾ വരുന്നതിനു മുൻപേ അത് മണത്തറിയാൻ കുട്ടിക്കാലത്ത് നിങ്ങൾ പഠിച്ചെടുത്തൊരു അതിജീവന മാർഗമാണിത്. പക്ഷേ അതേസമയം മറ്റുള്ളവരുടെ വികാരങ്ങളിൽ ഒരുപാട് അലിഞ്ഞു പോകാതെ സ്വയം സംരക്ഷിക്കാൻ നിങ്ങളൊരു അദൃശ്യമായ മതിൽക്കെട്ടും സൂക്ഷിക്കുന്നുണ്ടാവാം. ഇതിനെയാണ് ഗാർഡഡ് എംപതി എന്ന് പറയുന്നത്. ഇനി നമ്മൾ ഏറ്റവും പ്രധാനപ്പെട്ടൊരു ഭാഗത്തേക്കാണ് കടക്കുന്നത്. ഇത്രയും നേരം നമ്മൾ പറഞ്ഞ ഈ അനുഭവങ്ങളെ നമുക്കെങ്ങനെ ഒരു പുതിയ വെളിച്ചത്തിൽ കാണാൻ കഴിയും, എങ്ങനെ മുന്നോട്ടു പോവാൻ സാധിക്കും, നമുക്ക് നോക്കാം. ഈയൊരു കാര്യത്തിൽ നിന്ന് ഒരൊറ്റ കാര്യം മാത്രമേ നിങ്ങൾ ഓർക്കുന്നുള്ളൂവെങ്കിൽ അതിതായിരിക്കണം: നിങ്ങളിപ്പോൾ അനുഭവിക്കുന്ന ബുദ്ധിമുട്ടുകൾ നിങ്ങളുടെ വ്യക്തിപരമായ കുറവുകളല്ല, മറിച്ച് നിങ്ങൾ എത്രത്തോളം ശക്തമായി പോരാടി എന്നതിൻ്റെ അടയാളങ്ങളാണ്. അവ നിങ്ങളുടെ അതിജീവനത്തിൻ്റെ തെളിവുകളാണ്. ഈയൊരു കാഴ്ചപ്പാടിലെ മാറ്റം ശ്രദ്ധിക്കൂ. എനിക്ക് എന്തൊക്കെയോ കുറവുകളുണ്ട് എന്ന് സ്വയം പഴിക്കുന്നതിന് പകരം ഞാൻ സാഹചര്യങ്ങളുമായി പൊരുത്തപ്പെടാൻ കഴിവുള്ളയാളാണ് എന്ന് തിരിച്ചറിയുക. ഞാൻ ആരെയും ആശ്രയിക്കാത്ത ആളാണ് എന്ന് പറഞ്ഞ് വിഷമിക്കുന്നതിന് പകരം ഞാൻ സ്വയം സംരക്ഷിക്കാൻ പഠിച്ച ആളാണ് എന്ന് അഭിമാനിക്കുക. അയ്യോ, എനിക്ക് റിലാക്സ് ചെയ്യാൻ പറ്റുന്നില്ല എന്ന് ചിന്തിക്കുന്നതിന് പകരം എൻ്റെ നെർവസ് സിസ്റ്റം ഇപ്പോഴും എന്നെ അപകടങ്ങളിൽ നിന്ന് രക്ഷിക്കാൻ ശ്രമിക്കുകയാണ് എന്ന് അതിനോട് ദയ കാണിക്കുക. ഈ ഒരു ചിന്താഗതിയിലെ മാറ്റം തന്നെ വലിയൊരു ആശ്വാസം നൽകും. ഇതുകൂടി ഓർക്കണം: സഹായം സ്വീകരിക്കുന്നതോ വെറുതെ ഇരിക്കുന്നതോ ബലഹീനതയുടെ ലക്ഷണമല്ല. അത് വർഷങ്ങളായി നിങ്ങൾ ചുമന്നുകൊണ്ടിരിക്കുന്ന ഭാരം താഴെ വയ്ക്കാനുള്ള നിങ്ങളുടെ അവകാശമാണ്. ആ അവകാശം തിരിച്ചറിഞ്ഞ് സ്വയം സ്നേഹിക്കുന്നതിലാണ് യഥാർത്ഥ ശക്തി. അപ്പോൾ ഈ വിശകലനം ഇവിടെ നിർത്തുമ്പോൾ ഈയൊരു ചോദ്യം ഞാൻ നിങ്ങൾക്കായി വിട്ടുതരികയാണ്. ഒരു കുട്ടിയുടെ തോളിൽ ഒരിക്കലും വയ്ക്കാൻ പാടില്ലാതിരുന്നൊരു ഭാരമാണോ നിങ്ങളിപ്പോഴും ചുമന്നുകൊണ്ടിരിക്കുന്നത്? ആണെങ്കിൽ ആ ഭാരം താഴെ വയ്ക്കാൻ സമയമായില്ലേ? അതിനെക്കുറിച്ച് ചിന്തിക്കുന്നത് തന്നെ ഒരു വലിയ തുടക്കമാണ്. നന്ദി.